ഹലോ, എല്ലാവർക്കും നമസ്കാരം. പാലക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഞായറാഴ്ച രാവിലെ വീട്ടിൽ വന്ന ഒരു അതിഥിയെയാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഹാളിൽ നിന്ന് ചെറിയൊരു ഒച്ചയും ബഹളവും ശബ്ദകോലാഹലങ്ങളും കേട്ടപ്പോൾ ചെന്ന് നോക്കിയപ്പോഴാണ് അവിടെ കാണുന്നത് 3-4 ഇരട്ടത്തല, അതായത് ബുൾബുൾ കിളികൾ അവിടെ ഇങ്ങനെ പറന്ന് കളിക്കുകയാണ്. ഹാളിൽ മുൻവാതിൽ തുറന്നിട്ടിരുന്നു. അതുകൊണ്ട് ഇവരെല്ലാവരും കൂട്ടം ചേർന്ന് പരിക്കകത്തേക്ക് ഒന്ന് കയറി വന്നതാണ്. ആ ഞാൻ ചെന്നപ്പോൾ എന്നെ കണ്ടിട്ട് ശബ്ദകോലാഹലത്തിനിടയിൽ ബാക്കി എല്ലാവരും പറന്ന് രക്ഷപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരാൾ മാത്രം അടുക്കള ഭാഗത്തേക്ക് വന്നു. അവൻ ആ ജനൽ ചില്ലിൻ്റെ ഭാഗത്ത് വന്ന് നിന്നിട്ട് രക്ഷപ്പെടാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഞാൻ അവനെ ഉപദ്രവിക്കുകയൊന്നുമില്ല. വീഡിയോ ഒക്കെ ഒന്ന് ചിത്രീകരിച്ചിട്ട് ആ ജനൽ ചില്ലങ്ങ് തുറന്ന് വിട്ട് ആളെ പുറത്തേക്ക് വിടും. അവൻ അവിടെ വെളിച്ചം കാണുന്ന ഭാഗത്തേക്ക് പറന്ന് നീങ്ങിച്ചെന്ന് രക്ഷപ്പെടാനുള്ള എല്ലാ ശ്രമവും നടത്തുന്നുണ്ട്. കൂടുതൽ പഴുതുകൾ, വേറെ എന്തെങ്കിലും രക്ഷപ്പെടാനുള്ള മാർഗ്ഗങ്ങളുണ്ടോ, പഴുതുകളുണ്ടോ എന്നൊക്കെ അദ്ദേഹം പറന്ന് അന്വേഷിക്കുന്നുണ്ട്. ആകെ ഭയവിഹുലമായാണ് അത് പറക്കുന്നത് എന്ന് നമുക്കറിയാം. നമ്മുടെ ഈ വീടും പരിസരത്തൊക്കെ ധാരാളം മരങ്ങളും ലോണ് അങ്ങനെയുള്ള ഒരു ഓപ്പൺ സ്പേസൊക്കെ ആയതുകൊണ്ടായിരിക്കാം ഇത്തരം കിളികളൊക്കെ ധാരാളം ഇവിടെ ഉണ്ട്. പക്ഷേ ഇത് വീടിനുള്ളിൽ പ്രവേശിക്കുന്നത് ഇത് ആദ്യമാണ്. വളരെ സ്വതന്ത്രമായി ഇവിടെ കിളികൾ വിഹരിക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ടാവാം തുറന്നിട്ടിരുന്ന മുൻവാതിലിലൂടെ ഒരുപറ്റം കിളികൾ വീടിനുള്ളിൽ പ്രവേശിച്ചത്. എന്തായാലും വെന്റിലേഷൻ്റെ ചില്ലിൻ, അടുക്കളയുടെ വെന്റിലേഷൻ്റെ ചില്ലിൽ ഒതുങ്ങി ഇരിക്കുകയാണ്. ആ ജനൽ ചില്ലിൻ്റെ വെളിച്ചം കിട്ടുന്ന ഭാഗത്തൂടെ പുറത്ത് എപ്പോഴെങ്കിലും കിടക്കാമെന്നുള്ള പ്രതീക്ഷയിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. ഞാനിപ്പോൾ താമസിയാതെ തന്നെ ഈ ജനൽ ചില്ലങ്ങ് തുറന്നു വിടും. ഈ നല്ലൊരു 2 ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ജനൽ ചില്ല് തുറന്നു വിടും. അപ്പോൾ ഇത് ആ ജനൽ ചില്ലിലൂടെ വെളിയിലേക്ക് പോകും. ഇത് ബുൾബുൾ എന്ന് പറയുന്ന പക്ഷിയാണ്. നമ്മൾ സാധാരണ ഇരട്ടത്തല എന്നാണ് പറയുന്നത്. ഇതിന് ചുണ്ട് പോലെ തന്നെ തലയുടെ മുകളിലേക്കും ഒരു കൊമ്പ് പോലെ ഒരു ഭാഗമുണ്ട്. അതുകൊണ്ടാണ് ഇതിന് ഇരട്ടത്തല, ഒറ്റ നോട്ടത്തിൽ 2 തലയായിട്ട് സങ്കല്പിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. അത് പുറത്തേക്ക് പറന്നു പോയിരിക്കുകയാണ്. അതാ ഹാളിലേക്ക് വന്നപ്പോൾ ഹാളിൽ മറ്റൊരു കിളി, യേശുവിൻ്റെ രൂപത്തിൻ്റെ മുകളിലായിട്ട് മറ്റൊരു കിളി അങ്ങനെ ഇരിക്കുകയാണ്. വരയ്ക്കകത്ത് കയറി എന്ന് സാന്നിധ്യം അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ മുൻവാതിലങ്ങ് അടച്ചിട്ടു. 1-2 വീഡിയോ ഒക്കെ എടുത്തിട്ട് എടുക്കാൻ പറ്റിയെങ്കിൽ എടുക്കാമെന്ന് കരുതി. ഇപ്പോൾ രണ്ടാമതൊരു കിളിയോട് കണ്ടെത്തിയിരിക്കുകയാണ്. നമ്മൾ ആദ്യം കണ്ടെത്തിയ കിളി പുറത്തേക്ക് പറന്നുപോയി. ഇദ്ദേഹം ഇത് ഹാളിലൂടെ ഇങ്ങനെ പറന്ന് നടക്കുകയാണ്. അദ്ദേഹവും പുറത്തേക്ക് പോകാനുള്ള പഴുതുകളും വഴികളും ഒക്കെയാണ് അന്വേഷിക്കുന്നത്. അതായത് 3-ാമതൊരു കിളി, അദ്ദേഹം ഡൈനിങ് ടേബിളിലാണ് വന്നിരിക്കുന്നത്. അവിടെ നിന്നും വെളിച്ചം കാണുന്ന ഭാഗത്തേക്ക് പറന്ന് രക്ഷപ്പെടാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ആ സ്റ്റെയർ കേസിൻ്റെ പടിയിൽ പോയി അദ്ദേഹം ഇരിക്കുകയാണ്. ഇതിലെയാണ് കടന്നു പോകേണ്ടത് എന്നറിയില്ല. എന്തായാലും പുറത്ത് പോകണം എന്ന ഒരു തീവ്രമായ ആഗ്രഹവും അതിനെ വലിയ ഭയവും ആശങ്കയും കലട്ടുന്നുണ്ട് എന്നതിൻ്റെ പാരവശ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. ഇത് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ബുൾബുൾ എന്ന കിളിയാണ്. നമ്മുടെ ഹൈറേഞ്ചിലൊക്കെ സാധാരണയായി ധാരാളം കാണുന്നൊരു കിളിയാണ്. അപ്പോൾ മുകളിലുള്ള വെന്റിലേഷൻ്റെ ഭാഗത്തേക്ക് അവൻ പറന്നിരുന്നു. അതിന് തൊട്ടടുത്തുള്ള ഫാൻസി ലൈറ്റിലാണ് ഇപ്പോൾ അതിരിപ്പുറപ്പിച്ചിരിക്കുന്നത്. അവിടെ നിന്നും നല്ല നിരീക്ഷണമാണ് അദ്ദേഹം നടത്തുന്നത്. എതിരെയാണ് രക്ഷപ്പെടാൻ കഴിയുക, എൻ്റെ പിടിയിൽപ്പെടാതെ എങ്ങനെയാണ് രക്ഷപ്പെടാൻ കഴിയുക എന്നുള്ളൊരു ശ്രമമൊക്കെയാണ് നടത്തുന്നത്. അതുകൊണ്ടാണ് ജനൽ ചില്ലിനടുത്ത് പോയി വെളിച്ചം കാണുന്ന ഭാഗത്ത് പോയി അദ്ദേഹം ഇരിപ്പുറപ്പിച്ചിരിക്കുന്നത്. എപ്പോഴെങ്കിലും തുറക്കുമ്പോൾ പുറത്ത് കടക്കാൻ കഴിയും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ വീട്ടിലേക്ക് കടന്നു വന്ന ഞായറാഴ്ച രാവിലെ വീട്ടിലേക്ക് കടന്നു വന്ന 3 പുതിയ അതിഥികൾ അതിൽ ഒരാൾ തിരിച്ചുപോയി. ബാക്കി 2 പേർ ഇപ്പോഴും വീടിനുള്ളിൽ തന്നെ കറങ്ങുകയാണ്. രണ്ടാമത്തെ കിളി ഇതായി ഫാനിൻ്റെ പരിസരത്തും ഫാൻസി ലൈറ്റിൻ്റെ പരിസരത്തും സീലിങ്ങിൻ്റെ പരിസരത്തൊക്കെ ആയിട്ട് അദ്ദേഹവും പറന്ന് കളിക്കുന്നുണ്ട്. അദ്ദേഹവും രക്ഷപ്പെടാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹം അല്പം മടുത്തുവെന്ന് തോന്നുന്നു, ക്ഷീണിതനാണ്. അതുകൊണ്ടാണ് അദ്ദേഹം അവിടെ തന്നെ ഇരിക്കുന്നത്. കുറച്ച് നേരമായിട്ട് അവിടെ തന്നെ ഇരിക്കുന്നു. കാരണം മുകളിലൊന്നും ഇരിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് താഴത്തേക്ക് പറന്ന് ഇറങ്ങാൻ ഭയമുള്ളതുകൊണ്ടും മുകളിൽ തന്നെ സൗകര്യപ്രദമായൊരു സ്ഥലത്ത് സ്വസ്ഥമായിട്ടിരിക്കുകയാണ്. സൗകര്യം കിട്ടുന്നതനുസരിച്ച് പുറത്തു പോകാം എന്നാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. രണ്ടാമത്തെ കിളി അപ്പോൾ ഇവിടെയുള്ള യേശുവിൻ്റെ ചിത്രത്തിൻ്റെ ഭാഗത്തേക്ക് ആണ് അദ്ദേഹം അവിടെ ഇരിപ്പുറപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ അദ്ദേഹം ഇരിപ്പുറപ്പിച്ചിട്ടുണ്ട്. അത് യേശുവിൻ്റെ ചിത്രമായതുകൊണ്ട് അവിടെ ഇരുന്നതല്ല, പുറത്തേക്ക് പോകാനുള്ള വഴികളാണ് അദ്ദേഹവും ആലോചിക്കുന്നത്. കാര്യം ഞാനിവിടുത്തെ ജനലും വാതിലുമൊക്കെ തുറന്നിട്ടിട്ടുണ്ട്. പറന്നു പോയിക്കോട്ടെ, ഈ വീഡിയോ ചിത്രീകരണത്തിനിടയിൽ തന്നെ പറന്നു പോയിക്കോട്ടെ എന്ന് കരുതി ജനലും വാതിലൊക്കെ തുറന്നിട്ടുണ്ടെങ്കിലും അത്രയും താഴ്ന്ന് നമ്മുടെ അടുത്തേക്ക് പറന്നു വരാനുള്ള ഒരു ഭയം നിമിത്തം മുകൾ ഭാഗത്ത് തന്നെ നിന്ന് കറങ്ങുകയാണ്. അതുകൊണ്ടാണ് ഏറ്റവും ടോപ്പിൽ ഉള്ള ഫാൻസി ലൈറ്റിൻ്റെ സൗകര്യപ്രദമായൊരു സ്ഥലത്ത് സ്വസ്ഥമായി ഒരാൾ ഇരിക്കുന്നതും
മറ്റേയാൾ സീലിങ്ങിൻ്റെ പരിസരത്തും ഫാനിൻ്റെ പരിസരത്തുമൊക്കെ ആയിട്ട് അങ്ങനെ പറന്ന് നടക്കുകയും പഴുതുകൾ അന്വേഷിക്കുകയും പുറത്തേക്ക് ഇറങ്ങാനുള്ള വഴി തേടുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അടുത്തയാൾ മറ്റൊരു ഫാൻസി ലൈറ്റിൻ്റെ മുകളിലാണ് അദ്ദേഹം ഇപ്പോൾ ഉറപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹവും പറന്ന് നടക്കുന്നുണ്ട്, പുറത്തേക്കൊന്ന് പോകാനുള്ളൊരു വഴി അന്വേഷിക്കുന്നുണ്ട്, സീലിങ്ങിൽ കയറി ഇരിക്കുന്നുണ്ട്. താഴേക്ക് പറന്നു വരാൻ ഭയമാണ്. പുറത്തേക്ക് കടന്നു പോകാനുള്ള ശ്രമം തന്നെയാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ജനലും വാതിലുമൊക്കെ 3-4 ജനലും 2 വാതിലും തുറന്നിട്ടിട്ടുണ്ട്. സൗകര്യപ്രദമായി അവർക്ക് സമയം കിട്ടുന്നതനുസരിച്ച് അവർ പുറത്തേക്ക് പൊക്കോട്ടെ, അതിനുള്ള സാഹചര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ഗുഡ് ബൈ.